ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ്. കേരളത്തിൽ ബ്ലേഡ് മാഫിയ അഥവാ കൊള്ളപ്പലിശക്കാർ വീണ്ടും വലിയ സാമൂഹ്യ വിപത്തായി വളരുകയാണ്. 2014 രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ കുബേര ഇന്ന് ഏകദേശം നിർജീവമാണ്. പിന്നീട് വന്ന LDF ഗവൺമെൻറ് ഓപ്പറേഷൻ കുബേര നടപ്പിലാക്കുന്നതിൽ വലിയ ശുഷ്കാന്തി കാണിക്കുന്നില്ല. അതുകാരണം സംസ്ഥാനത്തിനകത്തുള്ളതും തമിഴ്നാട്ടിൽ നിന്നും മറ്റുമുള്ള ബ്ലേഡ് മാഫിയകൾ വീണ്ടും പാവങ്ങളുടെ മേൽ പിടിമുറുക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ചെറുകിട കച്ചവടക്കാരും കൃഷിക്കാരും മറ്റുമാണ് ഇവരുടെ ഇരകളാകുന്നത്. അപ്പോഴത്തെ അത്യാവശ്യത്തെ കരുതി ഇവരുടെ കെണിയിൽപ്പെട്ടു പോകുന്നവരാണ് പലരും. അതിനായി ഇവരിൽ നിന്നും ഈടായി ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് വാങ്ങുകയും പ്രോമിസറി നോട്ട് എഴുതി വാങ്ങുകയും പ്രമാണം കൈക്കലാക്കി വസ്തു വിൽപ്പന കരാർ വരെ എഴുതി വാങ്ങുന്നവരുണ്ട്. പലിശ നിശ്ചയിക്കുന്നതിൽ ഇവർക്ക് ഒരു മാനദണ്ഡവുമില്ല. ദിവസപ്പലിശ, മീറ്റർ പലിശ, മാസപ്പലിശ, അങ്ങനെ പല വിധത്തിലാണ് ഇവർ പലിശകൾ വാങ്ങുന്നത്. മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ക്യാഷ് റോളിംഗ് എന്ന പദ്ധതിയും ഇവർക്കുണ്ട്. രാവിലെ കൊടുക്കുന്ന ക്യാഷ് ഏകദേശം ഇരട്ടിയോടെ വൈകിട്ട് തിരിച്ചേൽപ്പിക്കുന്നതാണ് ആ പദ്ധതി. വാങ്ങിയ മുതലിൻ്റെ ഇരട്ടിയിലേറെ പലിശ നൽകിയാലും ഇവരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ചുരുക്കമാണ്. ഇവരുടെ ഗുണ്ടകളുടെയും മാനസിക പീഡനത്തെയും ഭീഷണിയും ഒക്കെ ഭയന്ന് ആത്മഹത്യ ചെയ്തവരും നാടുവിട്ടു പോയവരുമൊക്കെ ഉണ്ട്. ഈ കൊള്ളപ്പലിശക്കാരെ ഒരു പരിധിവരെ എങ്ങനെ നിയമപരമായി നേരിടാം എന്നതിനെക്കുറിച്ചാണ് മലയാളി വിഷൻസ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പ്രതിപാദിക്കുന്ന വിഷയം. ഫോണിൽ കൂടിയും മറ്റുമുള്ള വാക്കാലുള്ള ഭീഷണി, ഗുണ്ടകളെ വിട്ടുള്ള ഭീഷണി, ഭവനഭേദനം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയവയുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം. എഴുതി കൊടുക്കുന്ന പരാതിമേൽ ബ്ലേഡുകാരൻ്റെയോ ബ്ലേഡ് കമ്പനിയുടെയോ പൂർണ്ണ വിവരങ്ങളും പണമിടപാടിൻ്റെ സർവ്വ വിവരങ്ങളും തെളിവുകളും ഉണ്ടായിരിക്കണം. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പലിശക്കാരൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഭീഷണികളെക്കുറിച്ചും ദേഹോപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും സൂചിപ്പിക്കണം. നിങ്ങൾക്ക് പണമിടപാട് തീർക്കാനായി ഒരു കാലാവധി ആവശ്യമുണ്ടെങ്കിൽ അത് അനുവദിച്ചു തരാനായി അപേക്ഷിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് ഇരുകക്ഷികളെയും വിളിച്ച് ഒരു കോംപ്രമൈസിനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വ്യവസ്ഥകളിന്മേലെ ഒരു കോംപ്രമൈസിന് തയ്യാറാകാവൂ. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളെ കൂടി നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ലോക്കൽ പോലീസ് ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ SP-ക്കോ DGP-ക്കോ പരാതി നൽകാം. ഭീഷണി അക്രമത്തിലേക്കോ തട്ടിക്കൊണ്ടു പോകലിലേക്കോ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി അപേക്ഷിക്കാം. ഇല്ലീഗൽ മണി ലെൻഡിങ്ങിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന നിലയിൽ ഡിസ്ട്രിക്ട് കളക്ടർക്കും പരാതി നൽകാം. എല്ലാ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും കേരള മണി ലെൻഡേഴ്സ് ആക്ട് 1958 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. മണി ലെൻഡേഴ്സായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ചുള്ള ലൈസൻസ് ഉണ്ടായിരിക്കുകയും വേണം. ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും 18% കവിയാത്ത വാർഷിക പലിശയും 2% പ്രോസസ്സിംഗ് ചാർജുമാണ് വായ്പകൾക്കായി ഈടാക്കേണ്ടത്. അമിത പലിശ ഈടാക്കുന്നവർക്കെതിരെയുള്ള നിയമമാണ് ദ കേരള പ്രൊഹിബിഷൻ ഓഫ് ചാർജിങ് എക്സോർബിറ്റൻറ്റ് ഇൻട്രസ്റ്റ് ആക്ട് 2012. ഈ നിയമം അനുസരിച്ച് അമിത പലിശ ഈടാക്കുന്നത് കുറ്റകരമാണ്. 3 വർഷം മുതൽ 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. അമിത പലിശ ഈടാക്കുന്നതിന് എതിരെയുള്ള പരാതികൾ നൽകേണ്ടത് കമ്മീഷണർ ഓഫ് കൊമേഴ്സ്യൽ ടാക്സസിനാണ്. പലിശക്കാരിൽ നിന്നും കടുത്ത ഭീഷണിയും അപമാനവും ജീവാപായവും നേരിടുന്നെങ്കിൽ ക്രിമിനൽ ഇൻറ്റിമിഡേഷന് കേസ് ഫയൽ ചെയ്യാം. ഇത് IPC സെക്ഷൻ 506 ആണ്. പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ ഇത് സെക്ഷൻ 351 ആണ്. ആവശ്യമെങ്കിൽ ഫ്രീ ലീഗൽ എയ്ഡിനായി സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയെ സമീപിക്കാം. ഇനി പലിശക്കാർ ചെയ്യുന്ന മറ്റൊരു നടപടി ഈടായി നിങ്ങൾ നൽകിയ ചെക്കിന്മേൽ വലിയൊരു തുക എഴുതി ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുമെന്നുള്ളൊരു ഭീഷണിയാണ്. ചിലപ്പോൾ അവർ ചെക്ക് പ്രസൻറ്റ് ചെയ്യുകയും സ്വാഭാവികമായും ചെക്ക് ബൗൺസ് ആകുകയും ചെയ്യും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് സെക്ഷൻ 138 പ്രകാരം ഒരാൾ ബാങ്കിൽ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്യുകയും ആ ചെക്ക് ബൗൺസ് ആകുകയും ചെയ്താൽ ആ ചെക്ക് നൽകിയ ആളിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് ഒരാൾക്ക് നൽകിയാൽ ഏത് എമൗണ്ട് അതിലെഴുതാനും അയാളെ അധികാരപ്പെടുത്തിയതിന് തുല്യമാണ്. അത് നിങ്ങൾ ഉദ്ദേശിച്ച തുകയല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. പലിശക്കാരൻ ചെക്കിലെഴുതിയ തുക നിങ്ങൾ കടം വാങ്ങിയ തുകയേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ തെളിവ് സഹിതം അതിനെ ചോദ്യം ചെയ്യാം. അതിനായി പ്രോമിസറി നോട്ടോ ലോൺ എഗ്രിമെൻറ്റോ ഒക്കെ ഹാജരാക്കാം. കടം വാങ്ങിയ തുകയ്ക്ക് ഈടായി ചെക്ക് നൽകിയതാണെന്നും ചെക്കിൻ്റെ പരിഗണന വായ്പ തുക മാത്രമായിരുന്നുവെന്നും വാദിക്കാം. നേരത്തെ നടത്തിയ എല്ലാ പേയ്മെൻറ്റുകളുടെയും രേഖകൾ സൂക്ഷിക്കേണ്ടതാണ്. ആ രേഖകൾ കോടതിയിൽ നിങ്ങളുടെ പ്രതിരോധത്തിന് നിർണായകമായേക്കും. എന്തായാലും പലിശക്കാരൻ ചെക്കിൽ അധികമായി എഴുതിയ തുക നിങ്ങൾ അംഗീകരിച്ച തുകയല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ്. ചെക്ക് ബൗൺസ് ആകുകയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്താൽ ഒരു അഭിഭാഷകൻ്റെ നിയമോപദേശത്തോടെ മാത്രം മുന്നോട്ട് നീങ്ങണം. കാരണം 2 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന ക്രിമിനൽ ഒഫൻസാണിത്. ഇനി മറ്റൊരു സംഘം വസ്തുമണയത്തിന്മേൽ വലിയ സംഖ്യകൾ കടമായി നൽകുന്നവരാണ്.
ബിസിനസ്സിൽ തകർച്ച നേരിടുന്നവരും കല്യാണം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വലിയ തുകകൾ ആവശ്യമായി വരുന്ന ഇടത്തരക്കാരുമാണ് ഇവരുടെ ഗണിയിൽപ്പെടുന്നത്. ഇത് പലപ്പോഴും ദുരന്തങ്ങളിലാണ് കലാശിക്കുന്നത്. വീടും പെരയിടവും നഷ്ടപ്പെട്ട് കൂട്ട ആത്മഹത്യയിലേക്കും മറ്റുമാണ് ഇത് പര്യവസാനിക്കുന്നത്. പണം തന്ന വ്യക്തിക്കോ സ്ഥാപനത്തിനോ മോർഗേജ് എഗ്രിമെൻറ്റോ വിൽപ്പന കരാറോ കോടതിയിൽ ഹാജരാക്കി വസ്തു അവരുടെ പേരിലാക്കാൻ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. സിമ്പിൾ മോർഗേജിൽ പണം തിരിച്ചടച്ചില്ലെങ്കിൽ കോടതി വഴി മാത്രമേ വസ്തു വിൽക്കാൻ കഴിയൂ. എന്നാൽ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിലിൽ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം നേരിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. കോടതിയിൽ പണം തന്ന ആൾ ഒരു ഫോർക്ലോഷർ ഡിക്രി, അതായത് വസ്തു അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഉത്തരവ് ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ വീഴ്ച വരുത്തിയ ആളിന് ഒരു റിഡംഷൻ പീരീഡ് അഥവാ അവസാന സമയപരിധി കോടതി അനുവദിച്ചേക്കാം. തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ കാരണങ്ങളായി സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കടം കൊടുത്ത ആളിൻ്റെ വഞ്ചന തുടങ്ങിയവ കോടതിയിൽ ഉന്നയിക്കാം. അമിത പലിശ ഈടാക്കിയതിൻ്റെ രേഖകളും ഹാജരാക്കാം. കഴിയുമെങ്കിൽ കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചാൽ പണവും സമയവും ലാഭിക്കാം. പലിശക്കാരുമായി ഒരു സംഘർഷം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ വീടും പെരയിടവും ഈടായി നൽകി പണം നൽകിയത് നിയമപരമായി ശരിയായിരുന്നുവെന്ന് പരിശോധിക്കണം. എഴുതിയ കരാറിൽ പലിശ, തിരിച്ചടവ് കാലാവധി, ഈടായി നൽകിയ വസ്തുവിൻ്റെ വിവരങ്ങൾ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നുവെന്ന് പരിശോധിക്കണം. പണം വാങ്ങുന്ന സമയത്തെ സന്തോഷത്താൽ അതൊക്കെ നോക്കാൻ മറന്നുപോയെന്ന് വരാം. ആ ബലഹീനത ഒരുപക്ഷെ പലിശക്കാർ മുതലെടുത്തെന്നും വരാം. എഴുതിയത് ശരിയായ സ്റ്റാമ്പ് പേപ്പറിലായിരുന്നോ, സാക്ഷികൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ നോക്കാം. കരാർ രജിസ്റ്റർ ചെയ്തിരുന്നോ എന്നും പരിശോധിക്കണം. ഈ കാര്യങ്ങൾ ശരിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിങ്ങളുടെ ഭാഗം വ്യക്തമായി ബോധിപ്പിക്കാൻ കഴിയും. ഈടായി നൽകിയ വസ്തുവിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസും നിങ്ങൾ വാങ്ങിയ പണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അത് കോടതിയെ ബോധിപ്പിക്കാം. നിങ്ങൾ നൽകിക്കൊണ്ടിരുന്ന പലിശ നിയമപരമായ പരിധിയിൽ കൂടുതലായിരുന്നെങ്കിൽ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ എതിർകക്ഷി തയ്യാറായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കോടതിയിൽ ഉന്നയിക്കാവുന്നതാണ്. ബ്ലേഡ് മാഫിയയുടെ കെണിയിൽപ്പെട്ടവരെ രക്ഷിക്കാനും ബ്ലേഡ് മാഫിയയെ അമർച്ച ചെയ്യാനും ഓപ്പറേഷൻ കുബേര പോലുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കണം. UDF ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി എന്ന നിലയിൽ ഓപ്പറേഷൻ കുബേരയെ അവഗണിക്കരുത്. മറ്റൊരു പേരിലാണെങ്കിലും ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻസ് ശക്തമാക്കണം. അതിനോടൊപ്പം സാധാരണക്കാർക്കിടയിൽ ഇതിനെതിരെയുള്ള ബോധവൽക്കരണവും നടത്തണം. സാധാരണക്കാർ ബ്ലേഡ് മാഫിയയുടെ കെണിയിൽപ്പെടാതിരിക്കാൻ സഹകരണ ബാങ്കുകളും സർക്കാർ, അർദ്ധ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളും കൂടുതൽ ഉദാരമായ വായ്പാ നയം സ്വീകരിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലെത്തിക്കാൻ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.